അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പ്രോട്ടോസോവയാണ്. ഇതിൻ്റെ പേര് പെർമീസിയം എന്നാണ്. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൈക്രോസ്കോപ്പാണ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ ഇമ്പാക്ട് റെസിസ്റ്റൻറ്റും, അതുപോലെ തന്നെ ഏത് ഫിസിക്കൽ ഡാമേജ് ഇതിന് തരണം ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രൊജക്ഷൻ മൈക്രോസ്കോപ്പ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് ഇതിലെ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ചിത്രങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് A4 ഷീറ്റിൽ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച ചിത്രങ്ങൾ ഈ പേപ്പറിലേക്ക് വരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ ലേബിൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ലേബലെല്ലാം നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റിന്മേലേക്ക് വെട്ടി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 2 ബ്ലാക്ക് ഷീറ്റുകളാണ്. ഇത് എനിക്കൊരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് പശ കൊണ്ട് ഒട്ടിക്കുന്നില്ല, അതിന് പകരം സൈഡുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് ട്രേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ചതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അതേ ഷേപ്പിൽ തന്നെയാണ് വെട്ടിയെടുത്തേക്കണത്. അങ്ങനെ തന്നെ വെട്ടണം, എന്നാലാണ് നമുക്ക് എല്ലാ അളവുകളും കൃത്യമായിട്ടിരിക്കുള്ളൂ. ഇതാണ് നടുക്കലത്തെ പാർട്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇതും വേണം നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇത് എന്നിട്ട് കൂടുതൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് സ്വല്പം ടൈറ്റായിട്ടാണ് തോന്നുന്നത്. നമുക്കിതൊന്ന് ലൂസാക്കണം. അപ്പോൾ സൈഡുകളൊന്ന് കയറ്റി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ലൂസാവും. അപ്പോൾ നമുക്കൊന്ന് കുറച്ചും കൂടിയും കയറ്റി വെട്ടാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി ലൂസായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് പാർട്ട് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് ഭാഗം ഏത് സൈഡിൽ പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം വലുതുമാണ്. പിന്നെ വെക്കുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ കൃത്യമായി നോക്കി വെക്കുക. അടിയിലത്തുള്ളത് മേലേക്കും മേലേലത്തുള്ളത് അടിയിലേക്കും ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി നോക്കണം. അതും കൂടിയും റെഡി ആയാൽ മാത്രമാണ് നമുക്കിത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ അടിഭാഗം ഇത്തിരി നീട്ടം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ട്രിം ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അത് ട്രിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും അടിയിലത്തെ പാർട്ട് മേലെയും മേലത്തെ പാർട്ട് താഴെയും വരുന്ന രീതിയിൽ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം സെറ്റ് ചെയ്യാം. ഇതിൽ കാണുന്ന 2 ഹോളുകൾ സ്ലൈഡ് വെക്കാനുള്ളതാണ്. അത് പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ആ ഹോളുകളിലേക്ക് ആ സ്ലിപ്പ് കൃത്യമായിട്ട് ഇറക്കി കൊടുക്കണം. ഇപ്പോൾ അത് ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയും കയറ്റി വെട്ടി അത് ലൂസാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ബോഡി ഭാഗം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഒരു ലെൻസ് ആണ്. ഇതിനായി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ കഷ്ണമാണ്, കട്ടി കുറഞ്ഞ ഒരു ഗ്ലാസിൻ്റെ കഷ്ണമാണ്. എനിക്കിത് കിട്ടിയിരിക്കുന്നത് ഒരു ട്യൂബ് ബൾബിൽ നിന്നാണ്. നിങ്ങൾക്കിത് ഒരു ഹോമിയോ കുപ്പിയുടെ അകത്തുനിന്നൊക്കെ കിട്ടും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാസിൻ്റെ ഏറ്റവും കൂർത്ത ഭാഗം ചൂടാക്കി ചുമന്ന നിറാവുമ്പോൾ നമ്മളത് വലിച്ച് നീട്ടും. അപ്പോൾ അത് കട്ടി കുറഞ്ഞൊരു നൂല് പോലെയാവും. എന്നിട്ട് ആ കട്ടി കുറഞ്ഞ ഭാഗം ചൂടാക്കി ഒരു ബോൾ ഷേപ്പാക്കി എടുക്കും. അങ്ങനെ ഒരു ലെങ്സ്, ആ ബോളിന് ഒരു ലെങ്സിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ ലെങ്സ് തയ്യാറാക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരറ്റത്ത് ഒരു കട്ടി കൂടിയ ഭാഗമുണ്ട്. അത് നമുക്ക് ഒടിച്ചു കളഞ്ഞിട്ട് നൂല് ഭാഗം ചൂടാക്കി ഒരു ബോൾ ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയിൽ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് ശരിക്കും കാണാൻ പറ്റും. ഒരു നൂല് പോലുള്ള ഒരു ഭാഗം, ആ ഭാഗമാണ് ഇനി നമുക്ക് ചൂടാക്കി ഒരു ബോൾ ഷേപ്പാക്കി എടുക്കേണ്ടത്.
ഗൈസ്, ഇനി നമുക്ക് ഈ ലെൻസിനെ മൈക്രോസ്കോപ്പിലേക്ക് വെക്കണം. അതിനായി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസുലേഷൻ ടൈപ്പാണ്. അത് എന്നിട്ട് ആ സ്ക്വയർ പീസിൻ്റെ 2 ഭാഗത്തും ഒട്ടിച്ചിട്ട് അത് നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ പിൻഭാഗത്തായിട്ട് ഒട്ടിച്ച് വയ്ക്കണം. എന്നാലാണ് ലെൻസിൻ്റെയും സ്ലൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഗൈസ്, അപ്പം ഞാൻ മറ്റേ ലെൻസിനെക്കാട്ടിലും വലിപ്പം കുറച്ചും സൈസ് കുറച്ചും ഒരു ചെറിയ ലെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് ഈ ബോൾ, അതായത് ഈ ലെൻസിൻ്റെ കർവേച്ചർ കൂടും, അതനുസരിച്ച് മാഗ്നിഫിക്കേഷനും കൂടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ സ്ലൈഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് പീസാണ്. കവർ ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതേ സെയിം ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് പീസാണ്. അതുപോലെ ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെറിയ LED ലൈറ്റാണ്. എനിക്കിത് കിട്ടിയിരിക്കുന്നത് ഒരു ടോർച്ചിൽ നിന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് പീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സെല്ലോ ടൈപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഡെമോ കാണിച്ചു തരാം എങ്ങനെ ഇത് വർക്കാവുന്നതെന്ന്. ഇത് ഈസിയാണ്. നിങ്ങൾ നിങ്ങളുടെ ലെൻസ് കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ട്യൂബ് ലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ലൈറ്റ് ഉപയോഗിച്ചോ ഈ ലെൻസിലേക്ക് ലൈറ്റ് ഓൺ ചെയ്യുക നേരിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ LED ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ലെൻസിൻ്റെ പുറത്തുള്ള ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് അനിമൽസിനെയും ഡസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്ലൈഡ് പ്രിപ്പറേഷൻ ആണ്. അതിനായിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ബാക്ക് ഭാഗം തുറക്കുക. എന്നിട്ട് നമ്മുടെ ഗ്ലാസ് പീസ് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഇതുപോലത്തുള്ള ഹോളുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ഇത്തിരി ടൈറ്റ് ആയിരിക്കും, അത് നല്ലതാണ്. ടൈറ്റിലിരുന്നാലാണ് നമുക്ക് സ്ലൈഡുകളെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈറ്റിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് എന്താണോ നമ്മുടെ സാമ്പിള് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിനെ കവർ ഗ്ലാസ് കൊണ്ടൊന്ന് മൂടാം. ഇനി സൈഡിൽ നിൽക്കണ കുറച്ച് വെള്ളം നമുക്കൊന്നും കൂടെ തുടച്ച് കളയണം. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. പിന്നൊരു കാര്യം, ഈ ഏറ്റവും പിന്നിലുള്ള ഈ ഓട്ടയ്ക്ക് ഇത്രയും കൂടി വലിപ്പം കൂട്ടാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് കവർ ഗ്ലാസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഫോണുകളുടെ പുറത്തുള്ള ക്യാമറകൾ അതുമ്മ കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഗ്ലാസ് പീസുകൾ ഉണ്ടാകും. അത് ഉപയോഗിക്കാവുന്നതാണ്. ഗായ്സ്, അപ്പം നേരത്തെ ചെയ്തതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, ഇത് തിരിച്ചാണ് വെക്കേണ്ടത്. അതായത് പിന്നോട്ടല്ല, മുന്നോട്ടാണ് വെക്കേണ്ടത്.
ഞാൻ നേരത്തെ തയ്യാറാക്കിയ സ്ലൈഡാണ്, അതിലത്തെ ഒരു സാമ്പിളാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു പ്രോട്ടോസോവയാണ്. ഇതിൻ്റെ പേര് പെർമീസിയം എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമീസിയത്തിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള കുറേ മൈക്രോ ഓർഗാനിസംസിനെ കാണാൻ സാധിക്കും. സോ ഗൈസ്, അപ്പോൾ ഞാൻ ക്യാമറ സ്ക്രീൻ ഒന്ന് സൂം ചെയ്യാണ്. നമ്മളിപ്പോൾ ആദ്യം തന്നെ കണ്ട ആ ഒരു കീടാണുവിനെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും, അത് വായിൽ നിന്നൊരു ഒഴുക്ക് രൂപപ്പെടുത്തി എരേനെ പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേര് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ബെല്ലൈക്കൺ അമർത്തുക.